ഹായ് നമസ്കാരം, ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ വീട്ടിലെ ചക്കയാണ്. അപ്പോൾ നല്ലതുപോലെ ചക്ക പഴുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പൊളിച്ചെടുത്തിട്ട് നമുക്ക് ഓരോ ചുളയാക്കി എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ അടപ്പിലേക്കാണ് ഈ പാത്രം വെക്കുന്നത് കേട്ടോ. അന്നേരം അതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് അടപ്പിൽ വെച്ചൊന്ന് വേവിക്കാം കേട്ടോ. ഇത് അങ്ങനെ ഈ ഒരു ചക്കയാണ് ഇത്, അതായത് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ആ ചക്കയാണ് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അധികം വേകണ്ട, പക്ഷേ ഒരു പകുതി വേവ് വന്നാൽ മതി. എന്നിട്ടിതൊന്ന് ആറിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് കുറേശ്ശെയായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നോ, ചക്ക ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ചക്ക ഫുള്ളായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കുണ്ടല്ലോ ഇതിനകത്തേക്ക് ശർക്കര ചേർക്കാനുണ്ട്. അപ്പോൾ ഒരു 3/4 കിലോയോളം ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കര ഒന്ന് പാവ് കാച്ചാനായിട്ട് വെച്ചിരിക്കുകയാണ്. അല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട്. അപ്പോൾ ശർക്കര ഒന്ന് പാവ് കാച്ചി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ശർക്കര നീരും പിന്നെ അരച്ച് വെച്ച ചക്കയില്ലേ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇനി പരിപാടി. ഇളക്ക്, അതായത് 2-3 മണിക്കൂറും കഴിഞ്ഞു ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇത്. അപ്പോൾ നമ്മുടെ കൈ കിഴക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ കുറച്ച് നേരം ഓഫ് ചെയ്ത് വെച്ചിട്ട് പിന്നെയും ഇളക്കാം. ഇതിൻ്റെ കൂടെ വേറെ പൊടികളൊന്നും ചേർക്കത്തില്ല കേട്ടോ. പിന്നെ ഇതിന് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അധികമൊന്നും വേണ്ട, ഒരു 1/4 കപ്പോളം പാൽ മതി. പിന്നെ കുറച്ച് കപ്പലണ്ടി വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെളിച്ചെണ്ണ അധികമൊന്നും വേണ്ട കേട്ടോ. ഞാനൊരു 1/4 കിലോയോളം വെളിച്ചെണ്ണയാണ് ഇതിനകത്ത് ചേർത്തത്. പക്ഷേ ചക്ക നല്ലതുപോലെ പരുവായി വരുമ്പോൾ ഉണ്ടല്ലോ, അതായത് ഹൽവയായിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, ഈ വെളിച്ചെണ്ണ എല്ലാം നമുക്ക് തിരിച്ചു കിട്ടും. ഞാൻ എന്നിട്ട് ആ വെളിച്ചെണ്ണ എടുത്തിട്ട് കടുക് മാങ്ങ ഉണ്ടാക്കിയായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചേർക്കുന്ന വെളിച്ചെണ്ണ എല്ലാം നമുക്ക് തിരിച്ച് കിട്ടും കേട്ടോ ഈ ചക്ക ഹൽവയിൽ. അങ്ങനെ ചക്ക ഹൽവ ഒരു 3-4 മണിക്കൂർ ഇളക്കി നല്ല പരുവായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചക്ക, പിന്നെ ശർക്കര നീര്, കപ്പലണ്ടി, വെളിച്ചെണ്ണ, പിന്നെ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചക്ക ഹൽവ ഒരു 5 മണിക്കൂർ ഇളക്കിയതിന് ശേഷമാണ് നമുക്കിത് പരുവമായിട്ട് കിട്ടിയിരിക്കുന്നത് കേട്ടോ. കണ്ടോ, വെള്ളമെല്ലാം വറ്റി നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൈ കിഴക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ കുറച്ച് നേരമൊക്കെ ഓഫാക്കിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടൊക്കെ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ചക്ക ഹൽവ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഒറ്റ ട്രിപ്പിൽ തന്നെ നമ്മൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കണ്ടോ, ഒന്നിനോടൊന്ന് തൊടാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. അതായത് ചക്ക ഹൽവ പാകമായി വരുമ്പോൾ ഉണ്ടല്ലോ, ഉരുണ്ട് വരും നല്ല അടിപൊളിയായിട്ട്. അങ്ങനെ ഒരു പാത്രത്തിലേക്ക് പകർത്തി വെക്കുവാണ് കേട്ടോ. ഇതിനകത്തുനിന്ന് വന്ന വെളിച്ചെണ്ണ എല്ലാം ഞാൻ മാറ്റിയായിരുന്നു. എന്നിട്ട് അത് കളഞ്ഞിരുന്നു. ഒരു ടേസ്റ്റ് വ്യത്യാസം ഇല്ലായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ചക്ക ഹൽവ പാകമായിട്ടുണ്ട്. എല്ലാം ഒന്ന് നിരത്തി കൊടുക്കുവാണ് കേട്ടോ. കണ്ടോ, നല്ലപോലെ നിരത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് ആറിക്കഴിയുമ്പോഴേക്ക്, അതായത് രാത്രിയായി ഇത് ആറാനായിട്ട് വെച്ചപ്പോൾ, അപ്പോൾ നമുക്ക് പിറ്റേ ദിവസമാണിത് മുറിക്കാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ ചക്ക ഹൽവ ആറിയിട്ടുണ്ട്. ഒരു ഇടത്തരം ചക്കയുടെ ഹൽവയാണ് കേട്ടോ ഉണ്ടാക്കിയത്.
കണ്ടോ, നല്ല പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കണ്ടേ? കഴിച്ച് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല ഹൽവ പീസ്. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചക്ക ഹൽവയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇളക്കി ഇളക്കി പാട് വരുന്ന കാര്യം ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കും കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചാൽ മതിയെന്ന്. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാനായിട്ടുള്ള ഒരു തൃപ്തി വരത്തില്ലല്ലോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.